ഹലോ, ദിവ്യാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു മട്ടൻ കറിയാണ് റെഡിയാക്കുന്നത്. പ്രഷർ കുക്കറിൽ വളരെ വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ കഴിയുന്ന മട്ടൻ കറി റെസിപ്പിയാണിത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഏകദേശം അതേ രുചിയുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും എന്ന് നമുക്ക് നോക്കാം. 1 കിലോ മട്ടനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ മട്ടൻ പീസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെക്കുക. പ്രഷർ കുക്കറിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊടുക്കും. അതിനുശേഷം മീഡിയം സൈസിലുള്ള സവാള വളരെ നേരിയതായി കട്ട് ചെയ്ത് ഇതിലേക്ക് സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ പൊടികളുടെ പച്ചമണം മാറാൻ എല്ലാം കൂടെ ഒന്നിച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മട്ടൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വയ്ക്കുക. അല്ലെങ്കിൽ മട്ടൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക. ചെറിയ മട്ടനാണെങ്കിൽ 3 വിസിലൊക്കെ. ഇനി കുക്കർ അടച്ചു വെച്ച് നല്ലവണ്ണം വേവിച്ചെടുക്കാം. 5 വിസിലിന് ശേഷം ഇതിൻ്റെ എയറൊക്കെ പോയിട്ട് നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. കൂടെ ഒരു പച്ചമുളക് കൂടി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മട്ടൻ കറിയാണിത്. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിതൊരു ബൗളിലേക്ക് വിളമ്പാണ്. കറി കണ്ടില്ലേ? കറി കാണാനും അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. Thank you.